ആദ്യ കാളിക്ഷേത്രം എന്ന വിശേഷണമുള്ള കൊടുങ്ങല്ലൂർ ശ്രീ കുരുംബ ഭഗവതി ക്ഷേത്രം കേരളത്തിലെ ഭഗവതി ക്ഷേത്രങ്ങളുടെ മാതൃസ്ഥാനമായാണ് കരുതുന്നത്. ഇവിടെ നിന്നും ആവാഹിച്ചാണ് കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ ഭദ്രകാളിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതിനാലാണ് ഈ ക്ഷേത്രത്തെ മാതൃക്ഷേത്രമായി കണക്കാക്കുന്നത്. കൊടുങ്ങല്ലൂരമ്മ എന്നും ശ്രീ കുരുംബ എന്നും ഇവിടുത്തെ ദേവി അറിയപ്പെടുന്നു. ഹിന്ദുമതത്തിലെ എല്ലാ ജാതി വിഭാഗക്കാർക്കും ഊരായ്മ അവകാശം ഉള്ളതാണ് കൊടുങ്ങല്ലൂർ ശ്രീ കുരുംബ ഭഗവതി ക്ഷേത്രം. ലോകാംബിക എന്നാണ് കൊടുങ്ങല്ലൂരമ്മ അറിയപ്പെടുന്നത്. കേരളത്തെ മഹാമാരികളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രക്ഷിക്കാനാണ് ഭഗവതിയെ പ്രതിഷ്ഠിച്ചത് എന്നാണ് സങ്കല്പം. കൊടുങ്ങല്ലൂരിൽ ഇന്ന് കാണുന്ന ക്ഷേത്രത്തിന്റെ ആദ്യ രൂപം നിർമ്മിച്ചത് ചേരൻ ചെങ്കുട്ടുവനാണെന്നാണ് വിശ്വാസം. ചിലപ്പതികാരത്തിൽ പറയുന്നതുപോലെ ഒറ്റമുലയുള്ള കണ്ണകിയെയാണ് ചെങ്കുട്ടവൻ ഇവിടെ പ്രതിഷ്ഠിച്ചതെന്ന് പറയപ്പെടുന്നു. ഐതിഹ്യങ്ങളും കഥകളും പലതുണ്ട് ഇവിടം ഭഗവതി ക്ഷേത്രമായതിനെക്കുറിച്ച്. തലമുറകളായി കൈമാറി വന്ന ഐതിഹ്യമനുസരിച്ച് കൊടുങ്ങല്ലൂർ അമ്പലത്തിന്റെ ചരിത്രം എങ്ങനെയാണ്? പരശുരാമൻ കേരളം സൃഷ്ടിച്ചതിനു ശേഷം ദാരികൻ എന്ന അസുരൻ അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ തുടങ്ങി. സഹികെട്ട പരശുരാമൻ ദാരികനെ വധിക്കാൻ സഹായത്തിനായി ശിവഭഗവാനെ പ്രാർത്ഥിച്ചു. ശിവഭഗവാന്റെ നിർദ്ദേശപ്രകാരം പരശുരാമൻ ശ്രീകോവിൽ നിർമ്മിക്കുകയും ശക്തിദേവിയായ ഭഗവതിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ പരാശക്തി തന്നെയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ദാരികൻ എന്ന അസുരനെ വധിച്ചത് ശിവഭഗവാന്റെ തൃക്കണ്ണിൽ നിന്നും ജന്മമെടുത്ത ഭദ്രകാളിയാണ്. ആ കഥ ഇങ്ങനെ. ഹിന്ദുമത ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്ന ഒരു യുദ്ധമാണ് കാളി-ദാരിക യുദ്ധം. ദേവാസുര യുദ്ധത്തിൽ അസുരന്മാർ പരാജയപ്പെട്ടതിൽ പ്രതികാരം ചെയ്യാൻ ആഗ്രഹിച്ച രാക്ഷസ സഹോദരിമാരായ ദാരുമതിയും ദാനവതിയും ബ്രഹ്മാവിനെ തപസ്സു ചെയ്ത് അതിശക്തന്മാരായ പുത്രന്മാർ ഉണ്ടാകണമെന്ന വരം വാങ്ങി. കാലക്രമേണ ദാരുമതിക്ക് ദാരികനെന്നും ദാനവതിക്ക് ദാനവനെന്നും പേരോടുകൂടിയ പുത്രന്മാരുണ്ടായി. ദാരികൻ അസുരന്മാരുടെ ചക്രവർത്തിയാവുകയും ദാനവൻ ദൈത്യസേനാ നായകനുമായി മാറി. ദാരികൻ എന്ന അസുര ചക്രവർത്തി ബ്രഹ്മാവിന്റെ കടുത്ത ഭക്തനായിരുന്നു. മാതാവായ ദാരുമതിയുടെ ഉപദേശപ്രകാരം പ്രപഞ്ച ചക്രവർത്തിയാകുവാൻ ബ്രഹ്മാവിനെ തപസ് ചെയ്ത ദാരിക വീരൻ സ്ത്രീ പുരുഷ സംയോഗത്തിലൂടെ പിറക്കാത്ത ഒരു സ്ത്രീക്ക് മാത്രമേ തന്നെ വധിക്കാൻ കഴിയൂ എന്ന വരം വാങ്ങുന്നു. അതും ഒരു തുള്ളി രക്തം പോലും വീഴാതെ, കൂടാതെ 10,000 ആനകളുടെ ശക്തിയും ബ്രഹ്മദണ്ഡും ബ്രഹ്മമന്ത്രവും വരമായി നേടി. യുദ്ധത്തിൽ ഒരു തുള്ളി രക്തം താഴെ വീണാൽ അതിൽ നിന്ന് 1000 ദാരികന്മാർ ജനിക്കുമെന്നായിരുന്നു വരം. ഈ അനുഗ്രഹത്താൽ വളരെ ശക്തനായ ദാരികൻ ഭൂമിയിലും സ്വർഗത്തിലും നാശം വിതയ്ക്കുന്നു. സ്ത്രീകൾ അബലകളും അംഗരാഗങ്ങളിൽ ഭ്രമിക്കുന്നവരുമാണെന്ന് ചിന്തിച്ച ദാരികന് സ്ത്രീകളോട് പുച്ഛമായിരുന്നു. തന്നെ വധിക്കുവാൻ ആർക്കും സാധിക്കില്ലെന്ന് കരുതിയ ദാരികൻ തനിക്ക് അമരത്വം സിദ്ധിച്ചതായി കരുതി. സർവലോകങ്ങളും ദാരികന്റെ ആധിപത്യത്തിൽ വരുന്നു. ദാരികന്റെ അതിക്രമത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ദേവന്മാർ മഹാവിഷ്ണുവിൽ അഭയം തേടുന്നു. ഭഗവാന്റെ ഉപദേശപ്രകാരം എല്ലാവരും കൈലാസത്തിലെത്തി മഹാദേവനെ കണ്ട് സങ്കടം പറയുന്നു. സ്ത്രീ പുരുഷ സംയോഗത്തിലൂടെ പിറക്കാത്ത ഒരു സ്ത്രീക്ക് മാത്രമേ തന്നെ വധിക്കുവാൻ കഴിയൂ എന്ന വരം വാങ്ങിയിട്ടുള്ളവനും സ്ത്രീകളോട് പുച്ഛമുള്ളവനുമായ ദാരികനെ വധിക്കുവാൻ പരമശിവൻ അവന്റെ അന്തകിയെ സൃഷ്ടിക്കുവാൻ തീരുമാനിക്കുന്നു. ശിവന്റെ ഉപദേശപ്രകാരം ത്രിമൂർത്തികളുടെ 3 അംശങ്ങളും സുബ്രഹ്മണ്യൻ, ഇന്ദ്രൻ, വരുണൻ, യമൻ ഇവരുടെ 4 അംശങ്ങളും കൊണ്ട് ദേവശക്തികളായ 6 സ്ത്രീകളെ സൃഷ്ടിച്ച് ദാരികാ നിഗ്രഹത്തിനയച്ചു. ബ്രഹ്മാവിൽ നിന്നും ബ്രാഹ്മി, വിഷ്ണുവിൽ നിന്നും വൈഷ്ണവി, മഹാദേവനിൽ നിന്നും മഹേശ്വരി, ഇന്ദ്രനിൽ നിന്നും ഇന്ദ്രാണി, വരാഹ ഭഗവാൻ, യമൻ, വരുണൻ തുടങ്ങിയവരുടെ ശക്തികൾ ചേർന്ന് വാരാഹി, സുബ്രഹ്മണ്യനിൽ നിന്നും കൗമാരി എന്നിവരായിരുന്നു ആ 6 ദേവിമാർ. അതായത് സപ്തമാതാക്കളിൽ ഉൾപ്പെടുന്ന 6 പേർ. എന്നാൽ ദാരികനും 6 മാതാക്കളും തമ്മിൽ നടന്ന യുദ്ധത്തിൽ ദാരികനാണ് വിജയിച്ചത്.
ദാരികന്റെ ഓരോ തുള്ളി രക്തത്തിൽ നിന്നും അനേകം ദാരികന്മാർ ഉണ്ടായി വന്നു. ദാരികന് നേർമാർഗം ഉപദേശിക്കുവാൻ മഹാദേവൻ നാരദരെ അയക്കുന്നു. എന്നാൽ ശിവദൂതനായ നാരദനെ ദാരികൻ രാജസഭയിൽ വെച്ച് വധിക്കാൻ ശ്രമിക്കുന്നു. നാരദൻ ശിവപാദങ്ങളിൽ അഭയം തേടുന്നു. ഇതിൽ കോപിഷ്ഠനായ ശിവൻ തന്റെ മൂന്നാം കണ്ണു തുറക്കുകയും തൃക്കണ്ണിലെ അഗ്നിയിൽ നിന്നും ലോകമാതാവായ ആദിപരാശക്തി ശ്രീ ഭദ്രകാളി രൂപത്തിൽ സർവായുധധാരിയായി മനോഹരമായ കറുത്ത നിറത്തോടെയും കോടി സൂര്യന്മാരുടെ തേജസ്സോടെയും പ്രത്യക്ഷപ്പെടുന്നു. ദാരികനെ വധിച്ച് ലോകത്തിന് മംഗളം ചെയ്യുവാൻ ശിവൻ ഭദ്രകാളിയോട് ആവശ്യപ്പെടുന്നു. വേതാളിയുടെ തോളിലേറി അതിവേഗത്തിൽ ഭഗവതി ദാരികാപുരിയിലേക്ക് കുതിച്ചു. കാളികൂളികളും ശിവന്റെ ഭൂതഗണങ്ങളും ദേവിക്ക് അകമ്പടി സേവിച്ചു. ദാരികാപുരിയിലെത്തിയ ഭദ്രകാളി ഉഗ്രരൂപം പ്രാപിച്ചു. ഭദ്രകാളിയുടെ പോർവിളിയിൽ ദാരികാപുരി നടുങ്ങി. ദാരികന്റെ ഉള്ളിൽ നേരിയ ഭയമുണ്ടായെങ്കിലും തന്റെ വിജയത്തിനു വേണ്ടി ബ്രഹ്മമന്ത്രം നിരന്തരം ചൊല്ലാൻ ഭാര്യയെ ഉപദേശിച്ച് അയാൾ സർവ്വസൈന്യത്തെയും കൂട്ടി യുദ്ധത്തിന് പുറപ്പെട്ടു. എന്നാൽ ആകാശയുദ്ധം നടത്തിയിട്ടു പോലും വീരനായ ദാരികനെ വധിക്കുവാൻ ആദ്യം ഭഗവതിക്ക് കഴിയുന്നില്ല. ഭദ്രയ്ക്ക് നേരിട്ട ഈ പ്രതിസന്ധി മനസ്സിലാക്കിയ ശ്രീ പാർവതി യുദ്ധക്കളത്തിൽ ദുർഗാരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. തുടർന്ന് ദുർഗാ ഭഗവതി ദാരികനെ വധിക്കുവാനുള്ള രഹസ്യമായ ബ്രഹ്മമന്ത്രം അയാളുടെ ഭാര്യ മനോദരിയിൽ നിന്നും മനസ്സിലാക്കി അത് കാളിക്ക് ഉപദേശിച്ച് വിജയാശംസ നേരുന്നു. അതോടെ ഭദ്രകാളി പൂർവാധികം ശക്തിയോടെ അടർക്കളത്തിലെത്തുന്നു. തുടർന്ന് കാളിയും ദാരികനുമായി ഭയങ്കരമായ യുദ്ധം നടക്കുന്നു. അവസാനം ദാരികൻ ബ്രഹ്മദണ്ഡ് കൊണ്ട് ഭഗവതിയെ അടിക്കുവാൻ ശ്രമിച്ചു. എന്നാൽ ബ്രഹ്മദണ്ഡ് ബലമായി പിടിച്ചു വാങ്ങിയ ഭദ്രകാളി അതുകൊണ്ട് ദാരികനെ തല്ലാൻ തുടങ്ങി. ദേവിയെ ഭയന്ന് ഓടിപ്പോയ ദാരികൻ ഒരു ഗുഹയിൽ കയറി ഒളിച്ചു. ദാരികനെ ഭഗവതി എല്ലായിടത്തും തിരഞ്ഞെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല. ഒടുവിൽ കാളി വിശ്വരൂപം പൂണ്ട് തന്റെ നാവ് പുറത്തേക്ക് നീട്ടി സൂര്യനെ വിഴുങ്ങി. ഇരുട്ടു പരന്നപ്പോൾ രാത്രിയായെന്ന് കരുതി പുറത്തു വന്ന ദാരികനെ തൽക്ഷണം കാളി വധിക്കുന്നു. ദാരികന്റെ ഒരു തുള്ളി രക്തം പോലും നിലത്തു വീഴാൻ അനുവദിക്കാതെ അയാളുടെ രക്തവും മാംസവും ദേവീവാഹനമായ വേതാളിയും ഭൂതഗണങ്ങളും ഭക്ഷിക്കുന്നു. ഈ സമയം ബ്രഹ്മാദി ദേവകൾ ആകാശത്തു നിന്നും പുഷ്പവൃഷ്ടി നടത്തി ഭഗവതിയെ സ്തുതിക്കുന്നു. അങ്കക്കലി അടങ്ങാതെ ഭദ്രകാളി ദാരികാപുരി ഇടിച്ചു തകർത്ത് തരിപ്പണമാക്കുന്നു. തുടർന്ന് ദാരിക ശിരസും കയ്യിലേന്തി ഭദ്രകാളിയും കൂട്ടരും വിജയാരവത്തോടെ കൈലാസത്തിലേക്ക് തിരിച്ചു. കാളി ദാരിക യുദ്ധം തുടങ്ങുന്നു എന്ന സങ്കല്പത്തിലാണ് കൊടുങ്ങല്ലൂർ ഭരണിയിലെ പ്രധാന ചടങ്ങായ കോഴിക്കല്ല് മൂടൽ നടത്തപ്പെടുന്നത്. ഭദ്രകാളി ദാരികനുമായുള്ള യുദ്ധത്തിൽ വിജയം വരിച്ചതായി വിശ്വസിക്കുന്ന രേവതി നാളിലാണ് പ്രസിദ്ധമായ രേവതി വിളക്ക് നടത്തപ്പെടുന്നത്. മീനമാസത്തിലെ തിരുവോണം നാളിൽ കോഴിക്കല്ല് മൂടി കാളിയും ദാരികനും യുദ്ധത്തിന് സമയം കുറിച്ച് തുടർന്നുള്ള ഉത്രട്ടാതി നാളിൽ പരസ്പരം യുദ്ധം ചെയ്ത് ഒടുവിൽ രേവതി നാളിൽ ത്രിസന്ധിയോടെ പ്രതീകാത്മകമായി ദാരികന്റെ തലയർത്ത് ലോകത്തിന് പ്രകാശം പരത്തുന്നതാണ് രേവതി വിളക്കിന്റെ ഐതിഹ്യം. തുടർന്ന് അശ്വതി നാളിൽ പ്രത്യേക പൂജയും കാവ് തീണ്ടലും നടക്കുന്നു. മീനഭരണിയുടെ തലേ ദിവസം നടത്തപ്പെടുന്ന അശ്വതി പൂജ തൃച്ചന്ദന ചാർത്ത് എന്നും അറിയപ്പെടുന്ന രഹസ്യ പൂജയാണ്. ദാരികനുമായുള്ള യുദ്ധത്തിൽ ഭഗവതിക്കുണ്ടായ മുറിവുകൾക്കുള്ള ചികിത്സയെയാണ് തൃച്ചന്ദന ചാർത്തൽ പൂജയെ സങ്കല്പിക്കുന്നത്. തുടർന്ന് 7 ദിവസം നടയടച്ച് നട തുറപ്പു വരെയുള്ള ദിവസങ്ങളിൽ നടത്തപ്പെടുന്ന പൂജകളെ ഭഗവതിയുടെ വിശ്രമവും ഒപ്പം ഭഗവതിയുടെ പരിവാരങ്ങളുടെ ഉത്സവവും ആയിട്ടാണ് സങ്കല്പം. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ കൊടുങ്ങല്ലൂർ ഭഗവതിക്ക് ഒപ്പം കുടികൊള്ളുന്ന ദേവിയാണ് വസൂരിമാല. ദാരികന്റെ പത്നിയായ മനോദരിയാണ് വസൂരിമാല എന്നാണ് വിശ്വാസം. അതുമായി ബന്ധപ്പെട്ട ഐതിഹ്യം ഇങ്ങനെ: ആദിപരാശക്തിയുടെ ഉഗ്രരൂപമായ ശ്രീഭദ്രകാളി ദാരികനെ യുദ്ധത്തിൽ വധിക്കുമെന്ന് ഉറപ്പായപ്പോൾ അതീവ ദുഃഖിതയായ ദാരിക പത്നി മനോദരി കൈലാസ സമീപത്തു പോയി പരമശിവനെ തപസ്സു ചെയ്യുകയും ശ്രീ പാർവതിയുടെ നിർബന്ധപ്രകാരം ശിവൻ മനോദരിക്ക് മുമ്പിൽ പ്രത്യക്ഷരാവുകയും ചെയ്തു. മനോദരി
വരമായി ആവശ്യപ്പെട്ടത് വസൂരി വിത്തുകളായിരുന്നു. തുടർന്ന് ശിവൻ തന്റെ വിയർപ്പു തുള്ളികൾ മനോദരിക്ക് നൽകി. ഇത് കൊണ്ടുപോയി മനുഷ്യരുടെ മേൽ തളിക്കുക, നിനക്ക് വേണ്ടതെല്ലാം മനുഷ്യർ നൽകുമെന്ന് അരുളി ചെയ്ത് അപ്രത്യക്ഷമാവുകയും ചെയ്തു. മനോദരി ഇപ്രകാരം ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിക്കൊണ്ട് കൈലാസത്തിൽ നിന്നും പുറപ്പെട്ടു. മാർഗമധ്യേ അവൾ ഭദ്രകാളിയെ കണ്ടു. ഭദ്രകാളി ദാരുകനെ കൊന്ന് അവന്റെ ശിരസ് മുറിച്ചെടുത്ത് ഇടതുകൈയിൽ വഹിച്ചുകൊണ്ടും വേതാളിയുടെ കഴുത്തിൽ കയറി ഭൂതപ്രേത പിശാചാദികളോടും കൂടി ജയപേരി മുഴക്കിച്ചുകൊണ്ടും ആർത്തു വിളിച്ചുകൊണ്ടും കൈലാസത്തിലേക്കുള്ള വരവായിരുന്നു. ഈ കാഴ്ച കണ്ട മനോദരിക്ക് കോപം ഇരട്ടിക്കുകയും കയ്യിലുണ്ടായിരുന്ന വിയർപ്പു തുള്ളികൾ ഭഗവതിയുടെ മേൽ തളിക്കുകയും ചെയ്തു. ഭദ്രകാളിയുടെ ശരീരത്തിൽ വിയർപ്പു തുള്ളികൾ പതിഞ്ഞ ഭാഗങ്ങളിലെല്ലാം വസൂരി പൊങ്ങുകയും ക്ഷീണിച്ച് അവശയാകുകയും ചെയ്തു. ഉടനെ തന്നെ ഭൂതഗണങ്ങളിൽ ചിലർ ഓടിച്ചെന്ന് വിവരം ശ്രീ പരമേശ്വരന്റെ അടുക്കൽ ഉണർത്തിച്ചു. ഇതറിഞ്ഞ് കുപിതനായ ശിവന്റെ കണ്ടത്തിൽ നിന്നും ഒരു ഉഗ്രമൂർത്തി പിറവിയെടുത്ത് ചെവിയിലൂടെ പുറത്തു വന്നു. ഉടനെ ഭഗവാൻ ആ തനുജനെ അടുക്കൽ വിളിച്ച്, അല്ലയോ വത്സ, ഞാൻ നിനക്ക് ഗണ്ഡാകർണൻ എന്നു പേരിട്ടിരിക്കുന്നു. നീ ഉടനെ തന്നെ പോയി നിന്റെ സഹോദരിയുടെ അവശത തീർത്തു വരണമെന്ന് അരുളി ചെയ്തു. വഴിയിൽ പരവശയായി കിടന്നിരുന്ന ഭദ്രകാളിയെ കണ്ട് ആ ശിവപുത്രൻ ഭദ്രകാളിയുടെ പാദം മുതൽ നക്കി കുരുക്കളെല്ലാം തിന്നൊടുക്കി. ഒടുവിൽ മുഖത്തെ വസൂരിക്കലകൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോൾ ഭദ്രകാളി മുഖം തിരിച്ചുകൊണ്ട്, നീ എന്റെ സഹോദരനാണ്, മുഖത്തോട് മുഖം ചേർക്കുക ശരിയായിട്ടുള്ളതല്ല. അതിനാൽ മുഖത്തുള്ള കുരുക്കൾ എന്നും എനിക്ക് ഭൂഷണമായിരിക്കട്ടെ. ശേഷമുണ്ടായിരുന്നതെല്ലാം പോയപ്പോൾ തന്നെ എനിക്ക് സുഖമായി കഴിഞ്ഞു എന്ന് അരുളി ചെയ്തു. തുടർന്ന് ഗണ്ഡാകർണൻ ഭദ്രകാളിയുടെ നിർദ്ദേശപ്രകാരം മനോദരിയെ അവരുടെ മുന്നിൽ എത്തിക്കുകയും കോപാകുലയായ ഭദ്രകാളി അവരുടെ കണ്ണും ചെവിയും കാലുകളും വെട്ടിമാറ്റി, ഇനി നീ ഒരിക്കലും കണ്ടും കേട്ടും ഓടിയും ചെന്ന് മനുഷ്യരെ ഉപദ്രവിക്കരുതെന്ന് ശാസിച്ചു. പിന്നീട് തന്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ മനോദരിയോട് അലിവ് തോന്നിയ പരാശക്തി അവർക്ക് വസൂരിമാല എന്നു പേരു നൽകി സന്തത സഹചാരിയായി കൂടെ വാഴിക്കുകയും ചെയ്തു. വസൂരിമാല ബാധിക്കുന്നത് കൊണ്ടാണ് വസൂരി രോഗം ഉണ്ടാകുന്നത് എന്നായിരുന്നു പണ്ടുകാലത്തെ ചില ആളുകളുടെ സങ്കല്പം. പകർച്ചവ്യാധി ബാധിച്ച രോഗികളെ സുഖപ്പെടുത്തുവാൻ ഗണ്ഡാകർണനെയും വസൂരിമാലയെയും രോഗിയുടെ സമീപത്തേക്ക് ഭഗവതി അയക്കുമെന്നാണ് വിശ്വാസം. വസൂരിമാലയുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഐതിഹ്യവുമുണ്ട്. കൂർബക്കാവുകളിലും മറ്റും കെട്ടിയാടാറുള്ള രോഗദേവതയാണ് വസൂരിമാല. ഭഗവാൻ ശിവന് വസൂരി പിടിപെട്ടപ്പോൾ ശൈവ ചൈതന്യത്തിൽ നിന്നും ഉദിച്ചുണ്ടായവളാണ് വസൂരിമാല എന്നാണ് മറ്റൊരൈതിഹ്യം. ഈ ഐതിഹ്യപ്രകാരം ശിവപുത്രിയാണ് വസൂരിമാല. ദാരികവധത്തിൽ കൂർബയെ സഹായിക്കുന്ന അനുയായിയായും വസൂരിമാലയെ കാണാം. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പടിഞ്ഞാറേ നടയിലുള്ള പ്രതിഷ്ഠയാണ് വസൂരിമാല. വടക്കോട്ടാണ് ദർശനം. ഇതിന് മേൽക്കൂരയില്ല. വിഗ്രഹത്തിന് 4 അടിയോളം ഉയരമുണ്ട്. മഞ്ഞൾപ്പൊടി ആടിക്കലാണ് പ്രധാന വഴിപാട്. പ്രത്യേക ക്ഷേത്രമുണ്ടെങ്കിലും നിത്യപൂജയില്ല. പകരം സപ്തമാതൃക്കളുടെ ക്ഷേത്രത്തിൽ പ്രത്യേക പീഠത്തിൽ വസൂരിമാല സങ്കല്പത്തിൽ നിത്യപൂജയും നിവേദ്യങ്ങളും നടത്തിവരികയാണ് പതിവ്. വസൂരിമാലയ്ക്കുള്ള വഴിപാടാണ് ഗുരുതി. പത്മദളം വരച്ച് കുരുമുളക്, മഞ്ഞൾ എന്നിവ തൂവുകയാണ് ഇവിടത്തെ പ്രധാന വഴിപാട്. വസൂരിമാല ഭൂമിദേവിയെ പ്രതിനിധാനം ചെയ്യുന്നതായി കരുതപ്പെടുന്നുണ്ട്. പത്മദളം സ്ത്രീലിംഗത്തിന്റെ പ്രതീകമായതുകൊണ്ട് അത് വരച്ച് ജീവരക്തമൊഴുക്കി ദേവിയെ ഓജസ്വിനിയാക്കുന്ന പ്രക്രിയയാണ് ഈ പൂജയിൽ അന്തർഭവിച്ചിട്ടുള്ളത് എന്ന് കരുതേണ്ടിയിരിക്കുന്നു. വസൂരി പോലുള്ള അസുഖങ്ങൾ വരാതെയിരിക്കാനും ഈ വഴിപാട് ചെയ്യുന്നു എന്നൊരഭിപ്രായമുണ്ട്. വസൂരിമാല എന്ന പേരു തന്നെ അതിനുള്ള തെളിവായി കണക്കാക്കാവുന്നതാണ്. വസൂരിമാലയുടെ നടക്കലാണ് പണ്ട് ഗുരുതി നടന്നിരുന്നത്. ഇപ്പോഴും ഈ ക്ഷേത്രത്തിലെ വസൂരിമാലയ്ക്കാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ ഗുരുതി ചാർത്തുക.